ആശുപത്രി പരിസരം ഒരു ക്ഷേത്ര പരിസരത്ത് ചെല്ലുന്നതിന് സമാനമായ തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. വിവിധ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളുണ്ട്. കുംഭമേളയിൽ പങ്കെടുത്ത സ്വാമിമാർ വരെ ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലെ 2 സ്വാമിമാർ എന്നോടൊപ്പം ചേരുകയാണ്. ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നാണല്ലേ? തമിഴ്നാട്, കേരളം രണ്ടും ഇതായതാണ്. ഞാൻ ഇപ്പോൾ കുംഭമേളയ്ക്ക് പോയിട്ട് അവിടെ വെച്ചാണ് ഇത് അറിഞ്ഞത്. ആദ്യത്തെ സ്നാനം കഴിഞ്ഞു, ഉടനെ തന്നെ കയറി. അങ്ങയുടെ പേര് സ്വാമി ശ്രീ ശ്രീ 1008 മഹാമണ്ഡലേശ്വർ ശങ്കര കൃഷ്ണാനന്ദ സരസ്വതി, സൂര്യവംശി. ഇവിടേക്ക് എത്താനിടെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ? അതൊന്നും അറിയില്ല. പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സ്വാമിയെങ്കിലും വരണം. അവരെല്ലാവരും കൊല്ലത്തുനിന്ന് മറ്റുള്ളവരൊക്കെ പോവാണ്. 20 സ്വാമിമാരിന്ന് പോയി വിടുന്നു. അതുകൊണ്ട് സ്വാമിയെങ്കിലും എത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു. ഈ ചടങ്ങുകളൊക്കെ പൂർത്തിയായതിനു ശേഷം പോവുള്ളൂ. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അത് എല്ലാം ഭഗവാന്റെ നിയോഗമല്ലേ, അല്ലാതെ നമ്മളാരും വിചാരിച്ചാലൊന്നും അതുപോലെ ഓടി എത്താനും കഴിയില്ല. എല്ലാം ഈശ്വര നിയോഗത്താൽ വരുന്നതാണ്. സ്വാമി എവിടുന്നാണ്? ഞാൻ ഗുജറാത്തിൽ നിന്നാണ്. ഇപ്പൊ നിൽക്കുന്നത് മരങ്ങാലി കാശിലിംഗം ഗുരുസമാധി ധർമ്മവടത്തിലാണ്. സനൽജി വിശ്വന്ത പരിഷത്ത് പ്രസിഡന്റിന്റെ സഹായത്താൽ അവിടെ കഴിയണു. അങ്ങയുടെ പേര്? എന്റെ പേര് വാസുദേവ് ആനന്ദപുരി. ഇവിടേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം, ഇതിന്റെ ആരംഭം മുതലേ അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാനായിട്ട് പല ശ്രമം നടന്നു, സനാതനെതിരായിട്ട്. അപ്പം സനാതനത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് വടക്കേ ഇന്ത്യയിലെ ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഇപ്പം എൻ്റെ ഗുരു സമ്പ്രദായം ഞങ്ങൾ സനാതനെ കൂടുതൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ഇതിൻ്റെ പല കാര്യങ്ങളിലും ഇങ്ങേർക്ക് വേണ്ട സഹായം വിശ്വ പരിഷത്തിൻ്റെ പ്രസിഡന്റും മഠാധിപതിയായ സനൽജിക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായ ആ സങ്കല്പപരമായ പരമ്പരാഗതമായിട്ട് നമ്മുടെ സന്യാസിമാർക്കും സാധുക്കൾക്കും അതുപോലെ തന്നെ മഠാധിപന്മാർക്കും അവർ വിശ്വസിച്ച ആത്മഗുണമാണിത്. അങ്ങേരുടെ ആഗ്രഹപ്രകാരം മക്കൾക്ക് ഇത്തിരി അറിവ് കുറഞ്ഞു പോയി. അത് എന്നാലും അവർ സമാധി ഇരുത്തിയല്ലോ. ഞങ്ങൾക്ക് ഒരു ചെറിയ സംശയം. ഈ സമാധി നമ്മുടെ ഒരു പ്രായത്തിൽ ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുമില്ല. അതായത് ഒരാളെ ഇങ്ങനെ സമാധി എന്ന് പറയുന്നത് നമ്മുടെ വേദത്തിൽ പറയുന്ന 5 പ്രകാരമുള്ള സമാധി നടത്താം. ഇപ്പൊ മണ്ണിനടിയിൽ മട്ടി സമാധി, മണ്ണിൽ കുഴിച്ചു മൂടുന്ന സമാധി, അഗ്നി സമാധി, വായുവിൽ നടത്തുന്നതാണ് പാഴ്സുകൾ. അതുപോലെ തന്നെ ജലം, ശുദ്ധജലത്തിൽ നടത്തുന്നതിന് ഞങ്ങൾ ജലസമാധി എന്ന് പറയും. പിന്നെ ഉപ്പുവെള്ളത്തിൽ സമുദ്രത്തിൽ നടത്തുന്ന സമുദ്ര സമാധി എന്ന് പറയും. 5 പ്രകാരമുള്ള സമാധി പരമ്പരാഗതമായിട്ട് 5 ലക്ഷം വർഷം മുമ്പേ ഇത് ഇവിടെ ഭാരതത്തിൽ നടന്നു വരുന്ന വിവിധ ഗോത്രപാത്രവർഗങ്ങൾ വിശ്വാസമുള്ളവർ, സനാതനത്തിൽ വിശ്വാസമുള്ളവർ നടത്തി വരുന്ന ചടങ്ങുകളാണ്. ഇതിൽ ഒരു കാര്യത്തിൽ ഒരു അവ്യക്തത ഒരു പൊതുസമൂഹത്തിന് മുഴുവനുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ് എന്ന് സ്വമേധയാ അറിയാൻ കഴിയും. അതെങ്ങനെയാണ്? അത് ആത്മജ്ഞാനം തെളിഞ്ഞവരുണ്ട്, തെളിയാത്തവരുണ്ട്. ഇപ്പൊ ഞാൻ ഒരു പരമ്പരയിൽ ഇരുന്ന് വെറുതെ ഇരുന്ന് ജപിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു സ്വഭാവം കലികാലത്ത്, സത്യയുഗത്തിൽ അങ്ങനെ അല്ല. സത്യകാലത്തിൽ നമ്മൾ കഠിന തപസ്സെടുത്തെങ്കിൽ കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞ് കിട്ടുക. അപ്പൊ ദ്വാപരം വന്നു. അപ്പൊ അതിന്റെ ആ ഇയേഴ്സിന്റെ കാലഘട്ടത്തിന് കുറഞ്ഞു. ത്രേതായുഗത്തിൽ വന്നപ്പോ പിന്നെ ഈ സനാതനം കയറി അങ്ങ് വിളഞ്ഞു. എല്ലാത്തിലും നാനാത്വത്തിൽ ഏകത്വമുണ്ട്, ഏകത്വത്തിൽ നാനാത്വമുണ്ട്. അതാണ് സനാതൻ. അല്ലാതെ എന്റേത് മാത്രം നിന്റേത് മാത്രം വിചാരം വെടിയുമ്പോൾ ഈ ശരീരം പോലും നമ്മുടെ അല്ല. ആത്മാവാണ് നമ്മുടെ എല്ലാ പരമ അംശം, ഈശ്വരന്റെ അംശം. അതെന്റെ ശ്വാസവായുവാണ്, ശിവം. പിന്നെ എൻ്റെ ശക്തി എന്ന് പറയുന്നത് എൻ്റെ ഹൃദയവും രക്തവുമാണ്. ഈ ശിവം, ആ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ നിന്നും ബ്രെയിനും കൂടി ആഹാര അമ്ലത്തിൽ നിന്ന് കൊടുക്കുന്ന പിത്തരസത്തിക്കുള്ളിൽ കിട്ടുന്ന ആ ഒരു സങ്കല്പമാണ് ഈ ആത്മാ എന്ന് പറയുന്നത്, ഗേദം പറയുന്നതാണ്. അത് ഈ ശരീരത്തിൽ അതിന് ഉചിതമായിട്ട് നിൽക്കുമ്പോൾ ആ ശരീരത്തിൽ ശിവം ആയിട്ട് നമ്മൾ ലക്ഷങ്ങൾ വർഷങ്ങളായിട്ട് സങ്കല്പിക്കുന്നു. ഇറ്റ് ഈസ് ഓൺലി എ കൺസെപ്റ്റ്. അങ്ങനെയുള്ള ആ ശരീരത്തിൽ നിന്ന് ആ ശിവാംശം പോകുമ്പോൾ പിന്നെ ഇത് ശവമാണ്.
അല്ല, അപ്പോൾ ഒരു കാര്യം, അതായത് ഇവിടെ ഇതൊരു വിവാദത്തിലേക്കൊക്കെ വഴി വെച്ചത് കാരണം എന്ന് വെച്ചാൽ അത് ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് പണ്ട് രാജാക്കന്മാരുണ്ടായിരുന്ന സ്ഥലമാണ്, തിരുവിതാംകൂർ രാജാവ്. അപ്പം ഈ ഇന്ത്യ വന്നതിന് ശേഷം 1956 കേരള പിറവി വന്നത്. അന്ന് തിരുക്കൊച്ചി മലബാർ രാജാക്കന്മാരെയാണ് യൂണിയൻ ഓഫ് കേരളയാക്കിയത്. അത് ഓരോ സ്റ്റേറ്റിനും അങ്ങനെയാണ്. രാജാക്കന്മാർക്ക് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ നമ്മുടെ ഗവർണർ ജനറൽ തന്നെ ഒരു രാജാവായിരുന്നു, മൈസൂർ രാജാവ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ജനാധിപത്യം 51 ഇത് വന്നപ്പോൾ വേണ്ട രാജാക്കന്മാരെ നമുക്കിനി വേണ്ട, ജനാധിപത്യം അത് എല്ലാ ഗോത്രങ്ങളെയും നമ്മൾ എടുക്കണമെന്നൊരു സനാതൻ വന്നു. അങ്ങനെയാണ് സെലക്റ്റഡ് ആയത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലൂടെയാണ് നമ്മുടെ എല്ലാവിധ ഭരണഘടനയും ഭരണ സംവിധാനവും പോകുന്നത്. ഇപ്പോൾ ഓരോ വർഗത്തിനും ഇപ്പം 108 സമ്പ്രദായങ്ങൾ സന്യാസവർഗത്തിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം ഏകോപിപ്പിച്ചത് ആദിശങ്കരാചാര്യാണ്. ഞാനും സ്വാമിയൊക്കെ ഞങ്ങൾ പഞ്ചദശനാഞ്ജൂന അഖാഡ എന്ന് പറയുന്ന ശങ്കരാചാര്യ വിഭാഗം. അല്ല, എനിക്ക് ഒരു സംശയം ഇപ്പോഴും ഒരു വ്യക്തത കൈവരാനുള്ളത്, അതായത് ഈ ഇവിടെ ഇപ്പോഴും ഒരു വ്യക്തത കുറവുള്ള ഒരു കാര്യമേ ഉള്ളൂ. അല്ലല്ല, ഒരു കാര്യത്തിൽ മാത്രമേ അജ്ഞാനതിമിരന്തസ്സ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മലീതം മേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഞാൻ പിന്നെ പിറന്ന് വീണപ്പോഴേ കരഞ്ഞുകൊണ്ടാ വന്നത്. അപ്പൊ പലവട്ടം കരഞ്ഞപ്പോഴാണ് ഒരു ദിവസം അമ്മയുടെ മുഖം നോക്കി ഒന്ന് മന്ദഹസിച്ചത്. അങ്ങനെ ഞാൻ ചിരിക്കാൻ പഠിച്ചു. പലവട്ടം വീണപ്പോഴാണ് ഞാൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പഠിച്ചത്. അപ്പൊ നടക്കാൻ പഠിച്ചു, ഓടാൻ പഠിച്ചു. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓരോ അതിന്റെ പ്രകൃതിദത്തമായിട്ടുള്ള ചില സ്വഭാവവിശേഷങ്ങൾ മനുഷ്യന് മനസ്സിലാക്കാൻ ബാക്കിയുള്ള മൃഗങ്ങളെക്കാളും കൂടുതൽ അറിവുണ്ട്. ഞാൻ അങ്ങ് പറഞ്ഞ അതേ അജ്ഞതയിൽ നിന്ന് ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഇവിടെ ഒരു അവ്യക്തത ഉണ്ടായത്, ഒരാൾ സമാധി ആയാൽ ഉണ്ടായിരുന്നു ഒരു അവ്യക്തത ഉണ്ട്. അത് ഞങ്ങളും അംഗീകരിക്കുന്നു. കാര്യം വെച്ചാല് ഇങ്ങേര് ഒരു മഠാധിപതിയായിട്ട് അപ്പൊ ഇങ്ങേരെ എതിർത്തുകൊണ്ട് കഴിഞ്ഞ 10-18 വർഷമായിട്ട് ഇവിടെ പല ഈ എസ്പെഷ്യലി അത് പറയാൻ പാടില്ലെങ്കിലും ഞങ്ങൾ ഇപ്പോൾ വ്യക്തമായിട്ട് പറയും, മുസ്ലിം ജമാഅത്തെ എന്ന് പറയുന്ന ഒരു സംഘം, അവർ മുസ്ലിം ലീഗിനെ വരെ അടിച്ചു താഴ്ത്തിയിടാന്ന് പറഞ്ഞു. മതേതരത്വമാണ് അവർ. അപ്പം മത തീവ്രവാദികൾ വരും. ഞങ്ങളെ ഇപ്പം നീ എന്ത് വിളിച്ചാലും ഞങ്ങൾക്ക് മതമുണ്ട്. ആ ഒരു സംശയത്തിൽ ഇവർക്കൊരാവശ്യം, ഇവർ ഈ അയൽവക്കം മുഴുവൻ ഇവരുടെ എതിരാളികളുണ്ട്. 10-18 കേസൊക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഇനി ആരും അറിയണ്ട, അച്ഛൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചേക്കാന്ന് പറഞ്ഞു. പക്ഷെ കുറച്ചുകൂടെ ഒരു ജാഗ്രത വേണ്ടായിരുന്നോ ആ ഒരു കാര്യം? തീർച്ചയായും. ഇതുപോലൊരു ക്രൗഡ് ഉണ്ടാക്കി സമാധി ഇരുന്നിരുന്നെങ്കിൽ ആ സംശയങ്ങൾ മുഴുവനും കോടതിയും പോലീസും ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ ഒരാഴ്ചക്കപ്പുറം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതെന്തു പറ്റി? സമാധി നടത്തി കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ഫ്ലെക്സ് ബോർഡ് വെച്ചു. അത് അതിലും വലിയ മണ്ടത്തരം. അപ്പൊ പബ്ലിക്കായി അവർക്കൊരു വീഴ്ച സംഭവിച്ചു. ഒരുപാട് വീഴ്ച വന്നു. അവിടെ സമാധി ഇരുത്തുന്നതിൽ വീഴ്ച വന്നു. അപ്പോൾ ആ കുറവുകൾ പരിഹരിച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ എല്ലാവരും ചേർന്ന്. അത് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഇവർക്കും വീഴ്ച വന്നിട്ടുണ്ട്, പൊളിക്കാൻ വന്നവർക്കും വീഴ്ച വന്നിട്ടുണ്ട്. കളക്ടറുടെ ഓർഡർ എന്നും പറഞ്ഞ് ആരുടെയോ വന്നപ്പോൾ ആരുടെയുടെ കയ്യിൽ ഇത് കുഴിമാടത്തിൽ നിന്ന് എടുക്കാനുള്ള ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ പറ്റിയില്ല. അവിടെയാണ് സംഘർഷം വലുതായത്. അതായത് കുറച്ചുകൂടി ഒരു ജാഗ്രത വേണമായിരുന്നു. അത് കരാതെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരാള് പെട്ടെന്നൊന്നും ഒരു സംഘടനയിലേക്ക് വരൂ. ഓക്കെ.